ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെഥിയാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാൻ കട്ടാണ് കേട്ടോ. നമ്മളുടെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ അത് മുട്ടയൊന്നും ചേർക്കാതെ നല്ല അടിപൊളി നാൻ കട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു നാൻ കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ആദ്യം മൈദയാണ് കേട്ടോ എടുക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മൈദ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്വാദ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ആവശ്യം കടലമാവാണ്. ഞാനിവിടെ 1/4 കപ്പ് മൈദയ്ക്ക് 1/4 കപ്പ് കടലമാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ 2 സ്പൂൺ നമ്മളുടെ റവ ഉണ്ടല്ലോ, അതാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നമ്മളുടെ നാൻ കട്ടിന് ആ ഒരു മൊരിമൊരിപ്പൊക്കെ കിട്ടാനായിട്ട്. പിന്നെ ഞാനിവിടെ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ചേർത്തത്. അപ്പം പഞ്ചസാര പൊടിച്ച സമയത്ത് ഞാനതിൽ ഏലക്കായും കൂടി ഇട്ടാണ് പൊടിച്ചെടുത്തത്. ഒരു 3 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് 100 ഗ്രാം ബട്ടർ ഉണ്ട് കേട്ടോ. 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തതാണ് ഞാൻ ചേർത്തത്. അപ്പോൾ മെൽറ്റ് ചെയ്ത് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ മെൽറ്റ് ചെയ്തില്ലെങ്കിലും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ ചേർക്കണം കേട്ടോ. അല്ലാതെ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ഒന്നും എടുത്ത് നമ്മൾ ചേർക്കരുത്. നമ്മളുടെ നാൻ കട്ട് കുക്കായി വരുമ്പോൾ നമുക്ക് ആ നാൻ കട്ടിൻ്റെ പരുവം കിട്ടില്ല. പിന്നെ ഞാനൊരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതിന് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ബട്ടറിൽ വേണം നമ്മൾ ഈ ഫുൾ മാവ് കുഴച്ചെടുക്കാം. അല്ലാതെ നമ്മളിതിൽ വെള്ളമോ പാലോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ 100 ഗ്രാം ബട്ടർ മതിയാവും ഈ ഒരു മാവ് ഫുള്ള് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം നന്നായി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നാൻ കട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം കേട്ടോ. പല ഷേപ്പിൽ നമുക്ക് നാൻ കട്ട് അവൈലബിൾ ആണല്ലോ ബേക്കറീസിൽ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്യാം. അപ്പം ഞാനിവിടെ കുഞ്ഞ് ബോൾ എടുത്തിട്ട് ജസ്റ്റ് ഉള്ളം കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ തീരെ കട്ടി കുറയരുത് കേട്ടോ, കാരണം ഇത് ബേക്കായി വരുമ്പോൾ ഇതൊന്ന് പൊങ്ങി വരുമല്ലോ. അപ്പോൾ ആ പൊങ്ങി വരാനുള്ള മാവ് അതിൽ വേണം. അപ്പോൾ തീരെ നമ്മൾ കട്ടി കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരില്ല. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കുഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ആ ഭാഗത്ത് നട്ട്സ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ നട്ട്സ് വെക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ നാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി മാവും ചെയ്തെടുക്കാം. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഞാനിതിനു മുമ്പ് ബട്ടർ കുക്കീസിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതുപോലൊരു പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള പാത്രം ഏതെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പരന്ന പാത്രത്തിൽ സ്റ്റീലോ അലുമിനിയോ ഏതായാലും പ്രശ്നമില്ല. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ബട്ടർ തടവിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച നാൻ കട്ട് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ബദാമാണ് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും നമുക്കിതുപോലെ ബദാം വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഒരു കടായിലാണ് ഇത് വെച്ച് ബേക്ക് ചെയ്യുന്നത്. ഞാനിവിടെ കടായി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ നാൻ കട്ട് ഇറക്കി വയ്ക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചൊരു 15 to 20 മിനിറ്റ്സ് മതിയാവും കേട്ടോ ഇത് റെഡിയായി വരാനായിട്ട്. അപ്പോൾ ഇത് അടച്ചതിന് ശേഷം ആ അടപ്പിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് കൂടി നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ, ആ ആവിയൊന്നും പുറത്ത് പോകാതിരിക്കാനായിട്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ബേക്ക് ചെയ്യാൻ. നമ്മുടെ നാൻ കട്ട് ഇപ്പോൾ ഏകദേശം 18 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ബേക്കായി നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ, ഒന്നുകൂടി പല്ലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തണുത്തതിന് ശേഷമേ നമ്മൾ എടുക്കാമുള്ളൂ. ഇപ്പം നമ്മളിത് തൊടുമ്പോൾ ഇതിൻ്റെ പുറത്ത് തൊട്ട് വെക്കുമ്പോൾ കുഴിഞ്ഞു പോകുന്നൊരു പരുവത്തിലായിരിക്കും. അപ്പോൾ നന്നായി തണുത്തതിന് ശേഷമേ നമുക്കിത് എടുക്കാമുള്ളൂ കേട്ടോ. അപ്പോൾ നാൻ കട്ട് നല്ല തണുത്ത് വന്നിട്ടുണ്ട് കണ്ടോ, കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കണ്ടോ, ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാൻ കണ്ടോ, നമ്മളെ നാൻ കട്ടിൻ്റെ നല്ല കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അതുപോലെ തന്നെ 15 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കുറച്ചുകൂടി നേരം വെക്കാമുള്ളൂ. അപ്പോൾ അത് 2 കാര്യം ഒന്ന് ശ്രദ്ധിക്കണം.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.